മറ്റൊന്ന്, റബീഉൽ അവ്വൽ 12 പറ്റി സംസാരിക്കുമ്പോൾ ആ തീയതിയിലാണ് പ്രവാചകൻ ജനിച്ചത് എന്നതിൽ ഏകകണ്ഠമായ അഭിപ്രായമില്ല എന്നും, എന്നാൽ ആ ദിനത്തിലാണ്, ആ തീയതിയിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടത് എന്നതിൽ നിസ്സംശയം എല്ലാ പണ്ഡിതരും യോജിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ്റെ ജന്മത്തേക്കാൾ മരണമാണ് ആ തീയതി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്നും പറയാറുണ്ട്. ഇത് സൂചിപ്പിക്കുന്ന വേളയിൽ മറുപടിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം ആചരിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ദുഃഖാചരണത്തിന് ഇസ്ലാം 3 ദിവസം മാത്രമേ അനുവാദം നൽകുന്നുള്ളൂ, അതിനപ്പുറം ദുഃഖാചരണം അനുവദനീയമല്ല എന്നും പറയാറുണ്ട്. എന്താണ് ഈ വാദത്തിനുള്ള മറുപടി? പ്രവാചകരോ സ്വഹാബികളോ ഇനി മറ്റാരാണെങ്കിലും മരണപ്പെട്ടാൽ ആ മരണവുമായി ബന്ധപ്പെട്ടൊരു ദുഃഖാചരണം എന്ന ഒരു ആചാരം, അത് സാധാരണഗതിയിൽ ഇസ്ലാമിക സമൂഹത്തിന് പരിചയമുള്ള സംഗതിയല്ല. പിന്നെ പറയുന്നത് 3 ദിവസം ഉദ്ദേശിക്കുന്ന തഅസിയത്തായിരിക്കാനാണ് സാധ്യത. തഅസിയത്ത് കൊണ്ടുള്ള ഉദ്ദേശം, ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളെ, വീട്ടുകാരെ ചെന്ന് കണ്ട് സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ച് അങ്ങനെ അതൊരു പുണ്യമുള്ള കാര്യമാണ്. ആ ഒരു സമയം 3 ദിവസമാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാണത്. അതും ഈ വിഷയവുമായിട്ട് പ്രവാചകരുടെ മരണത്തെ ഒരു ആചരണമായി, ദുഃഖാചരണമായി കാണുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത് എനിക്കറിയില്ല. ഏതായിരുന്നാലും ഒരു കാര്യം മനസ്സിലാക്കാം, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ദിവസം അത് സ്വഹാബികളിൽ ഒരാൾക്ക് പോലും ഒരിക്കലും മറക്കാൻ കഴിഞ്ഞ സംഭവമല്ല. മദീനയിലെ മുഴുവൻ സ്വഹാബികളും നമുക്കറിയാലോ, ഒരു ഇരുന്നിടത്തിരുന്ന് പോയി എന്ന് പറയാം, ആ രൂപത്തിൽ അല്ലേ, കരയുന്നവർ, കണ്ണുനീർ വാർത്തുകൊണ്ടാണ് ആ ഒരു സമയം കടന്നു പോയിട്ടുള്ളത്. അത് ഓർക്കാത്ത, അത് ആ നിലക്ക് പിന്നെ ഉൾക്കിടലത്തോടെ അല്ലാതെ ഓർക്കാൻ കഴിയുന്ന ഒരൊറ്റ മനുഷ്യനോട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത്രയും അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന സംഗതിയാണത്. എന്നാൽ ആ ഒരു ദിവസം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട് അടുത്ത വർഷം വന്നപ്പോൾ, ഇത് റബീഉൽ അവ്വൽ 12 റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ദിവസമാണ്. അതുകൊണ്ട് നമുക്കൊരു പ്രത്യേകമായിരിക്കുന്ന ഒരു സ്വലാത്തോ ദിക്റോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നിർവഹിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബികൾ ആരെങ്കിലും ആ സമയത്ത് പോലും എന്തെങ്കിലും ഒരു പ്രത്യേകമായിരിക്കുന്ന ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നിർവഹിച്ചതായിട്ട് കാണാൻ കഴിയില്ല എന്നതാണ് ഇതിൻ്റെ വശം. എന്നാൽ അതിലേക്ക് ഇപ്പോൾ അത് മരണം ഉറപ്പുള്ള സംഗതിയായിട്ടും അതൊരു ദുഃഖാചരണം എന്ന നിലക്കാണ് കാണേണ്ടത് എന്നും, എന്നാൽ ജന്മദിനം അത് സന്തോഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ ദിവസമായിട്ട് കണ്ട് അതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ പറയണമെങ്കിലും അതിനും രേഖ വേണം, തെളിവ് വേണം. പ്രാമാണികമായി ഈ പറഞ്ഞ സംഗതികൾക്കൊന്നും യാതൊരു രേഖയുമില്ല. മാത്രമല്ല, പ്രവാചക തിരുമേനി മരണപ്പെട്ട ദിവസത്തിൽ സ്വഹാബികൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത പോലെ തന്നെ ജനിച്ച ദിവസത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കെ തന്നെ തീർച്ചയായിട്ടും ഒക്കെ ഉണ്ടാവുള്ള കാരണം എന്താ? റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന കാലത്ത് അതുമായി ബന്ധപ്പെട്ടതായി ഞാൻ ജനിച്ച ദിവസമാണ്, ഈ വർഷത്തിലെ ഇന്ന ദിവസമാണ് ഞാൻ ജനിച്ചത്, അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകമായിരിക്കുന്ന ഇന്ന പുണ്യകർമ്മങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന സംഗതി അന്നദാനം ചെയ്യണം, പിന്നെ പ്രത്യേകമായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യണം എന്ന എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കൂടെ നൽകിയിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ആ ആചരണം, ആ ഒരു ആചാരം അല്ലെങ്കിൽ ആഘോഷം അതിങ്ങനെ തുടർന്ന് വരും. പക്ഷേ സ്വഹാബികൾക്ക് ഇത് പരിചയമല്ല. അതുകൊണ്ട് അവർക്ക് ആ ദിവസം പോലും കൃത്യമായിട്ട് ഓർക്കാനും പറ്റിയില്ല. ചരിത്ര ഗ്രന്ഥങ്ങളിൽ ജനിച്ച ദിവസം ഏതാണ് എന്ന് ഒരു വ്യക്തതയില്ലാതെ പറയേണ്ടി വന്നതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും.